വനപർവ്വത്തിൽ യുധിഷ്ഠിര മഹാരാജാവിനോട് ബൃഹദശ്വ മഹർഷി നള ദമയന്തി ചരിതം പറയുന്ന സന്ദർഭമാണ്. നളൻ ദമയന്തി രണ്ടുപേരും വേർപിരിഞ്ഞു പോയി പല ദുർഘടങ്ങളും കഴിഞ്ഞു ഒടുവിൽ ബാഹുകന്റെ രൂപത്തിൽ വിരൂപനായിട്ട് നളൻ അയോധ്യയിലെ ഋതുപർണ രാജാവിനെ വിദർഭയിലെത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അശ്വവിദ്യ ഉപയോഗിച്ച് ദിവ്യശക്തി ഉപയോഗിച്ച് അദ്ദേഹത്തെ വിദർഭയിലെത്തിച്ചു. ദമയന്തിയുടെ രണ്ടാം സ്വയംവരം എന്ന വ്യാജ സ്വയംവരത്തിൽ പങ്കെടുക്കാനാണ് വന്നിരിക്കുന്നത്. അശ്വനിർഘോഷം കേട്ടിട്ട് ദമയന്തിക്ക് നളനെ ഓർമ്മ വന്നു. നളന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു. പക്ഷെ കാണുന്നത് ഉയരം കുറഞ്ഞ കറുത്തിരുണ്ട കൈനീളം കുറഞ്ഞ ബാഹുകനെയാണ്. സംശയം അടക്കാൻ പറ്റാതെ ഒരു ദൂതിയെ ദമയന്തി ഉപയോഗിക്കുകയാണ്. കേശിനി എന്നാണ് ഈ ദൂതിയുടെ പേര്, ദാസിയുടെ പേര്. നീ ചെന്ന് ആ ബാഹുകനോട്, കൈ നീളം കുറഞ്ഞവനായ ബാഹുകനോട് സംസാരിക്കുക, അവൻ്റെ വിവരങ്ങൾ ശേഖരിച്ചറിയുക. അവൻ നളനാണെന്ന് എനിക്ക് ശങ്ക തോന്നുന്നു, എൻ്റെ ഹൃദയം എന്തെന്നില്ലാതെ സന്തോഷത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു, നീ വിവരം അറിഞ്ഞു വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദമയന്തിയുടെ ദൂതിയായിട്ട് ഈ കേശിനി ബാഹുകന്റെ സമീപം ചെന്നിട്ട് സംസാരിച്ചു. ആ സമയത്ത് ദമയന്തി മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ബാഹുകന്റെ ചേഷ്ടകളെ ശ്രദ്ധിക്കുകയും ചെയ്തു. വളരെ ബുദ്ധിമതിയാണ് ദമയന്തി. ദമയന്തിയാണ് ഈ നാടകങ്ങളെല്ലാം തന്നെ സംവിധാനം ചെയ്തത് എന്ന് നമ്മൾ അറിയണം. കേശിനി ചെന്ന് ബാഹുകനോട് ചോദിച്ചു, സ്വാഗതം തേ മനുഷ്യേന്ദ്ര, കുശലം തേ ബ്രവീമ്യഹം, ദമയന്ത്യാവചസാധു നിബോധ പുരുഷർഷഭ. ഹേ മനുഷ്യേന്ദ്ര, അങ്ങേക്ക് സ്വാഗതം. അങ്ങയുടെ കുശലം ചോദിച്ചുകൊണ്ട് ദമയന്തി കേൾപ്പിക്കുന്ന വാക്യങ്ങൾ അങ്ങ് കേൾക്കുക. അങ്ങ് എന്തിനെവിടെ വന്നു? വൈദർഭിക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ട്. ബാഹുകൻ പറഞ്ഞു, ഞാൻ ഋതുപർണ മഹാരാജാവ് ദമയന്തിയുടെ രണ്ടാം സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടി വന്നതാണ്. അതൊരു ദ്വിജവാക്യം, ബ്രാഹ്മണവാക്യം കേട്ടിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. കേശിനി ചോദിച്ചു, അങ്ങയുടെ കൂടെയുള്ള മൂന്നാമൻ ആരാണ്? ബാഹുകൻ പറഞ്ഞു, അത് വാർഷ്ണേയൻ എന്നു പേരുള്ള ആളാണ്. അദ്ദേഹം ഋതുപർണന്റെ സൂതനാണ്, സാരഥിയാണ്. ഋതുപർണന്റെ സാരഥിയാണ്. അപ്പോൾ താങ്കൾ ആരാണ്? താങ്കൾ ആരുടെ മകനാണ്? ഏത് നാട്ടുകാരനാണ്? അങ്ങയുടെ പേരെന്താണ്? അങ്ങ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ കേശിനി ചോദിച്ചു. ബാഹുകൻ പറഞ്ഞു, ഞാൻ ഋതുപർണന്റെ പുതിയ ഒരു സാരഥിയാണ്, സൂതനാണ്. അദ്ദേഹത്തിന് പാചകക്കാരൻ കൂടിയാണ്. അങ്ങനെ എന്നെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ഞാൻ കൂടെ വന്നു. അപ്പോൾ കേശിനി പറഞ്ഞു, നള മഹാരാജാവ് ഇപ്പോൾ എവിടെയാണെന്ന് അദ്ദേഹത്തിൻ്റെ സൂതനായിരുന്ന വാർഷ്ണേയന് അറിയാൻ സാധിക്കുമോ? അദ്ദേഹം എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബാഹുകൻ പറഞ്ഞു, അദ്ദേഹം നളന്റെ 2 മക്കളെയും ഇവിടെ വിദർഭരാജ്യത്താക്കിയിട്ട് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടം വിട്ടു പോയി ഒടുവിൽ ഋതുപർണന്റെ അടുത്ത് ആശ്രയം പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇവിടെ വിട്ട് പോയതിന് ശേഷം ഈ നളനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. നളനെ ആരും പിന്നീട് കണ്ടിട്ടുമില്ല. നളൻ ഇപ്പോൾ ഗൂഢനായിട്ട് എവിടേക്കോ സഞ്ചരിക്കുന്നു എന്ന് മാത്രം അറിയാം. ഇപ്പോൾ നളനെ കണ്ടാൽ നളന് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ ലക്ഷണങ്ങൾ മറച്ചുകൊണ്ട്, ലക്ഷണങ്ങൾ ആർക്കും കാണിച്ചു കൊടുക്കാതെ അദ്ദേഹം ലോകത്തിൽ എവിടെയൊക്കെയോ സഞ്ചരിക്കുകയാണ് എന്നാണ് കേൾവി എന്ന് ബാഹുകൻ പറഞ്ഞു. അപ്പോൾ കേശിനി പറഞ്ഞു, അന്ന് അയോധ്യയിൽ ഞങ്ങൾ അയച്ച ഒരു ബ്രാഹ്മണൻ ദമയന്തിയുടെ ഒരു വാക്യം അവിടെ കേൾപ്പിച്ചു. അപ്പോൾ നീയാണ് അതിന് പ്രതിവചനം ചെയ്തത്, മറുപടി പറഞ്ഞത്. ആ മറുപടി ഇപ്പോൾ വീണ്ടും കേൾക്കാൻ ദമയന്തി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാം. കുനുത്വം ഹിതവച്ഛിത്വാ വസ്ത്രാർദ്ധം പ്രസ്ഥിതോ മമ. ദമയന്തിയെ കൊടുത്തയച്ച ആ വാക്യം വീണ്ടും കേശിനി നളനെ കേൾപ്പിക്കുകയാണ് ആ ശ്ലോകങ്ങൾ. എൻ വസ്ത്രമറുത്തും കൊണ്ടെങ്ങ് പോയതു ധൂർത്ത നീ, കാട്ടിൽ കിടന്നുറങ്ങിയിടും പ്രിയയെ വിട്ടു ഹേ പ്രിയ. നീ വിട്ടമട്ടുതാൻ നിൽപ്പൂ നിന്നെത്താൻ കാത്തുകൊണ്ടവൾ, വെന്തുരാപ്പകലാബാലവസ്ത്രാർദ്ധം ചുറ്റിയങ്ങനെ. ആ സങ്കടത്താൽ കരയും ഇവളിൽ ചെറ്റുമന്ന നീ, പ്രസാദിക്കണമേ വീര മറുവാക്കരുളേണമേ. ഇങ്ങനെ ആ ദമയന്തി ഈ വാക്യം കേശിനി വീണ്ടും കേൾപ്പിച്ചപ്പോൾ ആ ബാഹുകൻ വീണ്ടും കണ്ണീരണിഞ്ഞു.
ബാഹുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി, വാക്കുകൾ ഗദ്ഗത നിരുദ്ധമായി തീർന്നു. ബാഷ്പഗദ്ഗതങ്ങളെ കൊണ്ട് സ്വയം ഒടുവിൽ നിയന്ത്രിച്ചുകൊണ്ട് ഒരുവിധം ആ ബാഹുകൻ അതിന് മറുപടി പറഞ്ഞു. നേരത്തെ പറഞ്ഞ അതേ മറുപടി പറഞ്ഞു. വൈഷമ്യമപി സംപ്രാപ്ത ഗോപായന്തി കുലസ്ത്രീയ. കുലസ്ത്രീകൾ ഏത് വൈഷമ്യത്തിലും തൻ്റെ ഭർത്താവിനെ ശപിക്കുകയില്ല, ഭർത്താവിനോട് കോപിക്കുകയില്ല എന്നുള്ള വാക്യം. ഭർത്താക്കൾ പോകിലും അവർ കോപിച്ചീടിൽ ഒരിക്കലും, പാതിവ്രത്യ ചട്ടയിട്ടോർ ജീവിക്കും വരനാരികൾ. വിഷമത്തിൽപ്പെട്ട മൂഢൻ സുഖം കെട്ടുഴലുന്നവൻ, അവൻ ത്യജിക്കലും അവൾ അതിൽ കോപിച്ചു കൊള്ളലാ. കൊറ്റിന്നു തേടവേ പക്ഷിക്കൂട്ടം വസ്ത്രം കവർന്നവൻ, ആധിയാൽ വേവും അവനിൽ ശ്യാമ കോപിച്ചു കൊള്ളലാ. സൽക്കാരിച്ചാലുമില്ലെങ് വച്ചാലും കാന്തനാവിധം, നാടും ശ്രേയും പോയുഴന്നു സങ്കടത്തിങ്കലാണ്ടവൻ എന്ന് പറഞ്ഞ് ആ വാക്യം അവസാനിപ്പിച്ചപ്പോൾ നളന് ആ വാക്യം പൂർത്തീകരിക്കാൻ സാധിക്കാതെ തൊണ്ടയിടറി ഉറക്കെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി. പിന്നീട് എങ്ങനെയൊക്കെയോ ആ മനസ്സിനെ അദ്ദേഹം നിയന്ത്രിച്ചെടുത്തു. ഈ ബാഹുകന്റെ ചേഷ്ടകളും വാക്യങ്ങളും കൃത്യമായി കേശിനി ദമയന്തിയോട് ചെന്ന് പറഞ്ഞു. ദമയന്തിയും അത് കേട്ടു. ഒരുപാട് ദമയന്തി ശോകപരായണ, വളരെ ദുഃഖിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ വീണ്ടും നീ ചെന്ന് പരീക്ഷിക്കണം. ഈ വാക്യം കൊണ്ട് മാത്രം നളനാണെന്ന് കരുതാൻ സാധിക്കില്ലല്ലോ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളെ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ശരിക്കും ശ്രദ്ധിക്കണം. പാചകം ചെയ്യാൻ സമയത്ത് നീ അദ്ദേഹത്തിന് തീയും വെള്ളവും എത്തിച്ചു കൊടുക്കരുത്. ഏത് വിധേനയും തടയണം, ചോദിച്ചാലും കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്ത് അദ്ദേഹത്തെ പരീക്ഷിക്കണമെന്ന് പറഞ്ഞു. കേശിനി പറഞ്ഞതുപോലെ ആ ബാഹുവിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം തിരിച്ച് വന്നിട്ട് ദമയന്തിയോട് പറയുകയാണ്, അല്ലയോ രാജകുമാരി, എല്ലാം വളരെ അത്ഭുതമായിരിക്കുന്നു. ഇങ്ങനെ ഇത്രയും ശുദ്ധിയും വൃത്തിയും വെടിപ്പുമുള്ള സംസ്കാര സമ്പന്നനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് പാചകക്കാരനെ. അദ്ദേഹത്തിന് ദൈവമാനുഷ ലക്ഷണങ്ങളാണ് അദ്ദേഹത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ലക്ഷണങ്ങളുണ്ട്. ഉയരം കുറഞ്ഞ പടിവാതിലിലൂടെ അദ്ദേഹം തല കുനിക്കാതെ നടക്കും, പക്ഷേ തല മുട്ടില്ല. അദ്ദേഹം നടക്കുമ്പോൾ ആ പടിവാതിലിൻ്റെ ഉയരം കൂടും. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഇടുങ്ങിയ വഴിയുടെ വീതി കൂടും. അദ്ദേഹം അതിനുവേണ്ടി പ്രയാസപ്പെടേണ്ടി വരുന്നില്ല. ഇങ്ങനെ ഒരു ദിവ്യശക്തിയുള്ള ആളാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ രാജാവിന്, ഋതുപർണന് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് രാജാവ് ധാരാളം മാംസം അവിടെ എത്തിച്ചു കൊടുത്തു, ധാരാളം പാത്രങ്ങളും അവിടെ എത്തിച്ചു കൊടുത്തു. എന്നിട്ട് ആ മാംസം കഴുകാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു അരനിമിഷം കൊണ്ട് അദ്ദേഹം ആ പാത്രത്തിൽ നോക്കിയപ്പോൾ ആ പാത്രങ്ങളൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ കിട്ടിയ വെള്ളം കൊണ്ട് അദ്ദേഹം ആ മാംസം കഴുകി പാത്രത്തിലാക്കി അടുപ്പത്ത് വെച്ചു. ആരും തീയൊന്നും കൊടുത്തില്ല. അദ്ദേഹം എന്താ ചെയ്തു? ഒരു പിടി പുല്ലെടുത്ത് സൂര്യഭഗവാന്റെ നേരെ നോക്കി സൂര്യരശ്മിയിൽ പിടിച്ചപ്പോൾ ആ പുല്ല് തനിയെ കത്തി. എന്നിട്ട് ആ തീ കൊണ്ട് ആ അടുപ്പ് ജ്വലിപ്പിച്ചു. എന്ന് മാത്രമല്ല, ഞാനിതൊക്കെ പറയാൻ വേണ്ടി വരുമ്പോഴേക്കും അദ്ദേഹം ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ വേറെയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ശരീരം അഗ്നി കൊണ്ട് പൊള്ളുന്നില്ല, കൈ കൊണ്ട് തീ ഇങ്ങനെ എടുത്ത് മാറ്റുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഗ്നി അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നില്ല, പൊള്ളിക്കുന്നില്ല. മറ്റൊന്ന്, പാത്രത്തിലെ വെള്ളം, അല്പജലം പോലും അദ്ദേഹം നോക്കുമ്പോൾ ആ വെള്ളം പാത്രത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതായിട്ട് കണ്ടു. പിന്നെ കുറെ വാടിയ പൂക്കൾ അദ്ദേഹം കയ്യിലെടുത്തിട്ട് ഒന്ന് അമർത്തിയപ്പോൾ, സാധാരണ അത്തരം വാടിയ പൂക്കൾ പിന്നെ ചീഞ്ഞ് ഒന്നിനും കൊള്ളാതെയാകും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സ്പർശനമേറ്റ പൂക്കൾ വീണ്ടും സുഗന്ധപൂരിതമായിട്ട് വീണ്ടും വികസിച്ച് വരുന്നതായിട്ടുള്ള അത്ഭുതവും കണ്ടു. ഇങ്ങനെ അസാധാരണമായ ലക്ഷണങ്ങളാണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ടത് എന്ന് കേശിനി പറഞ്ഞു. ദമയന്തിക്ക് മനസ്സിലായി, തനിക്ക് നളനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു, നളൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ സ്വരൂപം, ഈ രൂപഘടന അതെങ്ങനെ വന്നു? അതുകൊണ്ട് ശങ്ക തീർക്കാൻ വേണ്ടി വീണ്ടും പറഞ്ഞു, കേശിനോട് പറഞ്ഞു, ആ വേവിച്ച മാംസം, ആ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരൂ, അല്പം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. കേശിനി ഓടിച്ചെന്ന് പൊള്ളുന്ന ചൂടോടെയുള്ള ആ ഭക്ഷണ പദാർത്ഥങ്ങൾ നേരെ കൊണ്ടുവന്ന് ദമയന്തിക്ക് കൊടുത്തു. ദമയന്തി അത് രുചിച്ചു നോക്കി. അത്ഭുതകരമായിട്ടുള്ള സ്വാദ് അതിനുണ്ടായിരുന്നു. ദമയന്തി പലതവണ നളൻ്റെ ആ പാചകത്തിൻ്റെ രുചി അറിഞ്ഞവളാണ്. അതേ രുചി, ദിവ്യമായ ആ സ്വാദ് രുചി കണ്ടിട്ട് ദമയന്തി പൊട്ടിക്കരയുകയാണ്. തൻ്റെ നളൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, യാതൊരു സംശയവുമില്ല. ഇനി അവസാനമായിട്ട് ഒരു പരീക്ഷ കൂടി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. തൻ്റെ മകനും മകളും ഇന്ദ്രസേനനും ഇന്ദ്രസേനയും രണ്ടുപേരെയും കേശിനിയുടെ കൂടെ പറഞ്ഞയച്ചു. കേശിനി രണ്ടുപേരെയും കൂട്ടി ബാഹുകൻ്റെ സമീപത്ത് ചെന്നു. ബാഹുകൻ അവരെ കണ്ട ഉടനെ രണ്ടുപേരെയും ഓടിച്ചെന്ന് വാരിപ്പുണർന്ന്
തൻ്റെ മടിയിലിരുത്തി രണ്ടുപേരെയും ആലിംഗനം ചെയ്തു. വീണ്ടും വീണ്ടും അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. നിയന്ത്രണം വിട്ട് കരയുന്ന ആ ബാഹുവിനെ കണ്ടു. രണ്ട് മക്കളോടുമുള്ള ആ സ്നേഹാധിക്യം കേശിനി പ്രത്യേകം ശ്രദ്ധിച്ചു. കേശിനി തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ ബാഹുവൻ പെട്ടെന്ന് കുട്ടികളെ താഴെ ഇറക്കിയിട്ട് പറഞ്ഞു, ഭവതി തെറ്റിദ്ധരിക്കരുത്, എനിക്കും ഇതേ പ്രായത്തിലുള്ള രണ്ട് കുട്ടികളുണ്ട്. അവരെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ നിയന്ത്രണം വിട്ട് കരഞ്ഞു പോയത്. വാസ്തവത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ അതിഥികളാണ്. അതിഥികൾ ഇങ്ങനെ കാണിച്ചാൽ ആളുകൾ എന്ത് വിചാരിക്കും, തെറ്റിദ്ധരിക്കുമല്ലോ. അതുകൊണ്ട് കുട്ടികളെയും കൂട്ടി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഈ ചേഷ്ടയും ഈ പെരുമാറ്റമൊക്കെ തന്നെ കേശിനി വീണ്ടും ചെന്ന് ദമയന്തിയോട് പറഞ്ഞപ്പോൾ ദമയന്തിക്ക് എല്ലാം ഉറപ്പായി. ഉടനെ കേശിനിയോട് പറഞ്ഞു, നീ ചെന്ന് അമ്മയോട് പറയണം, കാര്യം പറയണം. അമ്മയോട് പറയണം, ഞാൻ ബാഹുകനെ പലതവണ നളശങ്കയാൽ പരീക്ഷിച്ചു. ആ പരീക്ഷയിൽ അയാൾ ജയിച്ചു. അദ്ദേഹം നളൻ തന്നെയാണ്. എനിക്ക് അയാളെ ഏകാന്തത്തിൽ കാണാനുള്ള അനുവാദം അമ്മ തരണം. അച്ഛൻ അറിഞ്ഞിട്ടായാലും അറിയാതെ ആയാലും കുഴപ്പമില്ല, അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കണ്ടേ മതിയാവൂ എന്ന് പറഞ്ഞു. നമുക്ക് അവിടെ അച്ഛനും അമ്മയും കൂടി സഹകരിക്കുകയാണ്. ദമയന്തിയുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ദമയന്തിയോടുള്ള സ്നേഹം കൊണ്ട് ആ അമ്മ മഹാറാണി എന്ത് ചെയ്തു, രാജാവിനെ വിവരം അറിയിച്ചു. രാജാവ് അതിന് സമ്മതിച്ചു. സാധാരണ അക്കാലത്ത് അന്യപുരുഷന്മാരെ കാണാൻ കുമാരിമാർക്ക് അനുവാദമൊന്നും അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ രാജാവ് എല്ലാം സമ്മതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ബാഹുകനെ വിളിച്ചു കൊണ്ടുവന്ന് ദമയന്തിയുടെ സമീപത്ത് കൊണ്ടുവന്നു. നളൻ ദമയന്തിയെ കണ്ടു. ഇങ്ങനെയുള്ള ദമയന്തിയാണ്. കാഷായ വസ്ത്രം ധരിച്ച്, മലിന വസ്ത്രം ധരിച്ചു, ഒരു രാജകീയമായ യാതൊരു അലങ്കാരവും ഇല്ലാതിരിക്കുന്ന ആ ദമയന്തിയെ നളൻ കണ്ടു. നളൻ കണ്ടപ്പോൾ അദ്ദേഹം കണ്ണീർ വാർത്തുകൊണ്ട് കരയുകയാണ് ദമയന്തിയെ കണ്ടിട്ട്. ദമയന്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം കണ്ടിട്ടും ദമയന്തി അത് നളനാണെന്ന് ഉറപ്പുവരുത്താൻ ഒന്നുകൂടി ശ്രമിക്കുകയാണ്. ഭവാന് അങ്ങേക്ക് നളനെ അറിയാമോ? അങ്ങേക്ക് അറിയാമോ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയതമയെ കാട്ടിൽ ഉപേക്ഷിച്ച് അർദ്ധവസ്ത്രവുമായി കടന്നു കളഞ്ഞ ആ രാജാവിനെ അങ്ങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഭവാൻ കണ്ടവനോ മുന്നും ധർമ്മജ്ഞൻ ഹന്തബാഹുക, ഉറങ്ങും പെണ്ണിനെ കാട്ടിലിട്ട് പോയോരു മർത്യനെ, വിജനെ ശ്രാന്തയായി മങ്ങും കുറ്റമറ്റിഷ്ടപത്നിയെ, പുണ്യശ്ലോകൻ നളനൊഴിഞ്ഞാരുപേക്ഷിച്ചു പോയിടും. ആ നരേന്ദ്രനു ഞാൻ ബാല്യാൽ വല്ലതും പിഴ ചെയ്തിതോ, അവനെന്നെ കാട്ടിലുറങ്ങുമ്പോൾ കൈവിട്ടു പോകുവാൻ, സാക്ഷാൽ ദേവകളെ വിട്ടും വേട്ടേനവനെ മുമ്പു ഞാൻ, ഭക്ത നിത്യം രക്തപുത്രയുക്ത സന്ധ്യക്തയെങ്ങനെ, സുരന്മാർ മുന്നിൽ വെച്ച് അഗ്നിദാക്ഷികം കൈപിടിക്കവേ, ഭരിക്കുവേനെന്നു സത്യം ചെയ്തതിപ്പോഴെങ്ങുപോയി. ദേവന്മാരെ പോലും വിട്ട് ഞാൻ ഏതൊരു മഹാപുരുഷനെ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ കണ്ട് ഞാൻ വിവാഹം ചെയ്തുവോ, അദ്ദേഹം എന്നെ കാട്ടിൽ ഉപേക്ഷിച്ച് പോകാൻ കാരണം എന്തായിരിക്കും? ആ ദേവന്മാരെ സാക്ഷിയാക്കിയിട്ടാണ് എന്നും എന്നെ ഭരിക്കാം, എന്നും എന്നെ രക്ഷിക്കാമെന്ന് അദ്ദേഹം വാക്ക് തന്നത്. എന്നിട്ട് ആ വാക്ക് പാലിക്കാതെ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു പോകാൻ ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ അദ്ദേഹത്തോട് എന്തെങ്കിലും കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്താണ് അദ്ദേഹം അങ്ങനെ കാണിക്കാൻ എന്ന് ദമയന്തി കണ്ണീർ വാർത്തുകൊണ്ട് ചോദിച്ചപ്പോൾ നളൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ദമയന്തിക്ക് മറുപടി പറയുകയാണ്. ദമയന്തിയോട് അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, മനോഹരമായിട്ട് ആ വാക്കുകൾ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ രാജ്യം പോയതു ഞാൻ തനിയെ ചെയ്തതല്ലടോ, കലി ചെയ്തതും ഭീരു നിന്നെ ഞാൻ കൈവെടിഞ്ഞതും, കാട്ടിൽ പെട്ടാർത്തി പൂണ്ടെന്നെ പറ്റി രാപ്പകൽ മഴുകി നീ, ഉന്നമാധർമ്മകൃത്സ്രത്തിൽ ശാപം നൽകിയ കാരണം, എൻ്റെ ദേഹത്തിൽ നിൻ ശാപാൽ വെന്തുതാൻ വാണിതാക്കലി, നിൻ ശാപദഗ്ധനായി നിത്യം തീയിൽ തീയണ്ടവണ്ണമേ. അല്ലയോ ദമയന്തി, ഇതൊന്നും തന്നെ എൻ്റെ കുറ്റമായിരുന്നില്ല. എൻ്റെ ശരീരത്തിൽ ബാധിച്ച കലിയുടെ പ്രഭാവം കൊണ്ടാണ് അങ്ങനെയൊക്കെ വന്ന് സംഭവിച്ചു പോയത്. ആ കലി നിന്റെ ശാപം കൊണ്ടും കാർക്കോടകൻ്റെ വിഷമേറ്റും വളരെ വിഷമിച്ച് എന്നെ ഇപ്പോൾ വിട്ടുപോയിരിക്കുന്നു. അങ്ങനെ എനിക്ക് നിന്നെ വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നു.
ഇനി ദുഃഖിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു ആ ദമയന്തി നളന്റെ ആ മാറോട് ചേർന്ന് നളനെ ആലിംഗനം ചെയ്തു. വീണ്ടും വീണ്ടും മുഖത്തോട് മുഖം നോക്കി നളൻ തൻ്റെ പ്രാണപ്രിയയെയും തൻ്റെ 2 മക്കളെയും മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് ഏറെ നേരം ബാഷ്പം പൊഴിച്ചുകൊണ്ട് രണ്ടുപേരും ഏറെ നേരം നിന്നു. പിന്നീട് ബാക്കി എല്ലാ കാര്യങ്ങളും ശുഭപര്യവസായിയായിട്ട് തീരുകയാണ്. വിദർഭാപുരി എല്ലാ തരത്തിലും ഈ 2 ദമ്പതിമാരുടെ ഭാര്യാഭർത്തകന്മാരുടെ പുനഃസമാഗമ ഭൂമിയായിട്ട് മാറുകയാണ്. നളചരിതമെന്ന പുണ്യചരിതത്തിൻ്റെ ഒടുവിൽ അതിൻ്റെ സമാവസാനം എങ്ങനെയാണ് എന്ന് അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാം.